വെൽക്കം ടു ദേവു സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് മുരിങ്ങയില കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ടാത്തൊരു അടിപൊളി ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പ് ഞാൻ ഒരു ഹെയർ പായ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് കിളിക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്ക. അതിപ്പോൾ എല്ലാവരും കയറി കാണണം. കണ്ടവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയണം എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറച്ചേ ഉള്ളൂ, അത്രയില്ല, 1/4 ടീസ്പൂൺ ഇല്ല, ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി ആകെ നമുക്കിതുണ്ടാക്കാൻ. ഒന്നുകൂടി പറയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുരിങ്ങയില ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഇല്ല, അത് കുറവാണ്. ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പേസ്റ്റ് ആക്കണം. നമ്മൾ മോരുകറിയൊക്കെ വെക്കുമ്പോൾ എടുക്കത്തില്ലേ, അതേപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുവാണ്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കഴുകിയ മുരിങ്ങയിലേ, അപ്പോൾ അത് നനവൊക്കെ കാണും. അപ്പോൾ ആ നനവൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇച്ചിരി ഇല എടുത്തിട്ടുള്ള വെള്ളം നനവൊക്കെ പോയി. ഇപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാ നോക്ക്. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഇതിനി നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ കറിവേപ്പിലൊക്കെ, അതേപോലെ ആക്കണം. അപ്പോൾ നമുക്കിത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ക്രിസ്പി ആവണം. അതതിൻ്റെ പാകം. ഈ സമയത്ത് നല്ല മണമാണ്. നമ്മൾ ഇത്രയും നന്നായിട്ട് ക്രിസ്പി ആയില്ലെങ്കിൽ മുരിങ്ങയിലയ്ക്ക് ഒരു കയ്പുണ്ടല്ലോ, ആ കയ്പ് തോന്നും നമ്മുടെ കറിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടിത് ക്രിസ്പി ആക്കി എടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതിനകത്തോട്ട്. നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ആ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ലൂസ് വേണോ അല്ല തിക്കായിട്ട് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. വേറെ ഒന്നുമില്ല. ഉപ്പ് നോക്കണം, ഇത്രയേ ഉള്ളൂ. ഇത് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫാക്കാം.
നമ്മളിത് ഇനിയിപ്പോൾ ഒത്തിരി തിളപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ചൂടാവുകയോ ചെയ്യാവുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. എത്ര സമയം എടുത്തു? ഒരു 5 മിനിറ്റ് അത്ര മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.